വേറെ ഏതിൻ്റെ മുന്നിലും മനുഷ്യൻ തകരൂല. പക്ഷെ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച ഒരാളെങ്കിലും നമ്മളെ ഒന്ന് തള്ളിപ്പറഞ്ഞു നോക്കണം, നമ്മൾ തകർന്നു. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീഥി അസഫ. പ്രവാചകരെ, നിങ്ങൾ പറഞ്ഞത് അവർ വിശ്വസിക്കുന്നില്ല എന്ന് അറിയുമ്പോൾ നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കും പ്രവാചകരെ, മരിച്ചു പോകാൻ ആഗ്രഹിക്കും പ്രവാചകരെ. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീഥി അസഫ. തകർന്നു പോകും, തിരസ്കരിക്കപ്പെട്ടു, അനാഥത്വത്തിൻ്റെ പൊരിവെയിലൂടെ നടന്നു പോകേണ്ടി വന്നു, പ്രതിസന്ധികളുടെയും ദുഃഖങ്ങളുടെയും പെരുമഴയിൽ നനഞ്ഞു നിൽക്കേണ്ടി വന്നു. എന്തിനാ ദുഃഖങ്ങൾ കൊടുത്തത്? എന്തിനാ ദുഃഖങ്ങൾ? ജീവിതത്തിൻ്റെ ആഴം തൊട്ടറിയാനാ, മനുഷ്യനെ മനസ്സിലാവാനാ. നമ്മുടെ മുമ്പിൽ നിൽക്കുന്നൊരു മനുഷ്യനെ നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ദുഃഖങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവണം, പിടഞ്ഞ നിമിഷങ്ങൾ നമുക്കുണ്ടാവണം, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല. അതിനാ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സങ്കടങ്ങളിലൂടെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നത്. അങ്ങനെ ആ റസൂലിന് മനുഷ്യനെ മനസ്സിലായത്. സൗമ്യതയായിരുന്നു പ്രവാചക തിരുമേനിയുടെ ജീവിതത്തെയും സംസാരത്തെയും സമ്പർക്കങ്ങളെയും പ്രബോധന പ്രവർത്തനങ്ങളെയും ഒക്കെ ഭംഗിയുള്ളതാക്കി മാറ്റിയത് സൗമ്യതയായിരുന്നു, റിഫ്ഖ്. അങ്ങനെ പ്രവാചക തിരുമേനിയുടെ ഒരു വചനം തന്നെയുണ്ട്, ഏത് കാര്യങ്ങളെയും ഭംഗിയുള്ളതാക്കുന്നത് എന്താണ്? സൗമ്യതയാണ്. ഇല്ലസാനഹു, അങ്ങനെ പറഞ്ഞ സൗമ്യത കടന്നു വരുമ്പോൾ എന്തൊരു കാര്യവും ഭംഗിയുള്ളതാവും. സൗമ്യത ഇല്ലാതായല്ലോ ഇല്ലാഷാനഹു, അതിനെ കേടുവരുത്തും. എവിടെയാണോ ഒരാൾക്ക് സൗമ്യത നഷ്ടപ്പെടുന്നത്, അയാളുടെ സംസാരം, അയാളുടെ സമ്പർക്കങ്ങൾ, അയാളുടെ സൗഹൃദങ്ങൾ, അയാളുടെ കുടുംബജീവിതം, അയാളുടെ ബന്ധങ്ങൾ, അതിലൊക്കെ അതിൻ്റെ കുഴപ്പങ്ങൾ കാണാൻ കഴിയും. റസൂലിങ്ങനെ പരുവപ്പെട്ട സൗമ്യതയുടെ ഒരു അടയാളം ആയിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ ആ സംഭവം, ബദർ യുദ്ധം നടക്കുന്ന സമയമാണ്. എല്ലാ ആളുകളും ഇങ്ങനെ അണിയണിയായി നിൽക്കാൻ വേണ്ടി റസൂൽ ആജ്ഞാപിച്ചു. സൈന്യാധിപനാണ്, സർവ്വസേനാധിപനാണ്. എല്ലാ ആളുകളും ആ നിമിഷം അതനുസരിക്കണം. നേതാവിനെ അനുസരിക്കുമ്പോഴേ യുദ്ധം ജയിക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നിമിഷ നേരങ്ങൾ കൊണ്ട് ഇങ്ങനെ അണിയണിയായി നിന്നു. റസൂൽ അവരുടെ ആ സൊഫൊക്കെ ഒന്നിങ്ങനെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് അതിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഒരു വടിയുണ്ട് കയ്യിൽ, ആ വടി കൊണ്ട് ഇങ്ങനെ അവരെ ശരിക്ക് ഇങ്ങനെ നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു സഹാബി പെട്ടെന്ന് റസൂൽ തിരുമേനിയോട് ഒരു ചോദ്യം, പറഞ്ഞാൽ പോരെ എന്തിനാ അടിക്കുന്നതെന്ന് വെച്ചു. പറഞ്ഞാൽ പോരെ റസൂലെ, അടിക്കണോ? ഞാൻ അടിച്ചിട്ടില്ലല്ലോ. അടിച്ചു, എനിക്ക് വേദനിച്ചു. വേദനിച്ചോ? ശരിക്കും വേദനിച്ചോ? വേദനിച്ചു. ആ വടി അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്ത്. സവാദ് എന്നായിരുന്നു ആ സഹാബിയുടെ പേര്. തിരിച്ചടിക്കൂ. സവാദ് ആ വടി ഇങ്ങനെ കയ്യിൽ വാങ്ങിയിട്ട് റസൂലുള്ളാഹി ഇങ്ങനെ നോക്കി, എന്നിട്ട് പറഞ്ഞ് എനിക്ക് ഇങ്ങനെ അടിച്ചാൽ പോരാ, ആ കുപ്പായം ഒന്നിങ്ങനെ പൊക്കിത്തരണം, വയറ്റത്തടിക്കണം. സഹാബികളൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് ഈ വർത്തമാനം കേട്ടിട്ടേ. ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. റസൂലിനോടാണ് മറുവാക്ക് പറയുന്നത്, ആ മറുവാക്ക് വേറെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അവരൊക്കെ അദ്ദേഹത്തോട് ഇങ്ങനെ അത്ര സുഖകരമല്ലാത്ത, സമാധാനമില്ലാത്തൊരു നോട്ടം എല്ലാവരും അദ്ദേഹത്തെ ഇങ്ങനെ നോക്കുന്നുണ്ട്. റസൂൽ എല്ലാവരോടും ഇങ്ങനെ അടങ്ങി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്താ ചെയ്തതെന്നറിയോ? ആ മേൽക്കുപ്പായ ഇങ്ങനെ പൊക്കി കൊടുത്തു. സവാദ് റളിയല്ലാഹു അൻഹു കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വെച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ റസൂലെ, ഇതിനു വേണ്ടിയിട്ടായിരുന്നു, എന്നോട് ക്ഷമിക്കണം.
ഇനി ഇതിനൊരവസരം കിട്ടുമെന്ന് എനിക്കറിയില്ല, യുദ്ധമാണ്. പക്ഷേ എനിക്കെൻ്റെ ജീവനെ ഒന്ന് ഉമ്മ വെക്കണം. ആ വടി തിരിച്ചു കൊടുത്ത പ്രവാചകരെ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന റിഫ്ഖ, സൗമ്യത എല്ലാത്തിനെയും ഭംഗിയുള്ളതാക്കുന്നു. അതെപ്പോഴാണ് നഷ്ടപ്പെടുന്നത്? എല്ലാം ഭംഗിയുള്ളതല്ലാതാവുകയും ചെയ്യുന്നു. റസൂൽ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ഡിസ്കഷനിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. ഏതൊരു രാജ്യത്തു നിന്ന് കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്, അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. റസൂൽ ആഗ്രഹിക്കുന്നുണ്ട് ഒരാളും അങ്ങോട്ട് വരരുതേ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷനാണ് നടക്കുന്നത്. പക്ഷെ ഒരാളിങ്ങനെ വാതിൽ തള്ളി തുറന്നിട്ട് ഇങ്ങനെ വന്നു, കേട്ടിട്ടില്ലേ? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു. റസൂൽ സലാം അടക്കുകയൊക്കെ ചെയ്തു, പക്ഷേ റസൂലിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ആ സമയത്ത് വന്നത് ഇഷ്ടപ്പെട്ടില്ല. ആ അനിഷ്ടം വാക്കുകൊണ്ട് പ്രകടിപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ആകെ സംഭവിച്ചത് റസൂലിൻ്റെ നെറ്റിയൊന്ന് ചുളിയുക മാത്രമാണ്. നെറ്റിയൊന്ന് ചുളിഞ്ഞു, അനിഷ്ടം പ്രകടമാകുന്ന വിധത്തിൽ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ഈ നെറ്റി ചുളിഞ്ഞ കാര്യം ഈ വന്ന ആൾ കണ്ടിട്ടൊന്നുമില്ല. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. ഈ വന്ന ആളില്ലേ, അദ്ദേഹം ഈ നെറ്റി ചുളിഞ്ഞ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? അദ്ദേഹം ഒരു അന്ധനായിരുന്നു, കണ്ണ് കാണാത്ത ആളായിരുന്നു. അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തൂം. പക്ഷെ ആകാശത്തു നിന്ന് ഒരാൾ ഇടപെട്ടു. അബസവത്തവല്ല എന്ന പേരിൽ വിശുദ്ധ ഖുർആനിലൊരു വചനമല്ല, ഒരധ്യായമാണ്. അബസ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നെറ്റി ചുളിഞ്ഞു എന്നാണ്. നെറ്റി ചുളിഞ്ഞതിൻ്റെ പേരിൽ പടച്ചവൻ ആകാശത്ത് നിന്ന് ഇടപെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഈ വന്ന ആൾ പോലും ഇത് കണ്ടിട്ടില്ല, അദ്ദേഹത്തിന് കണ്ണ് കാണാത്ത ആളുമാണ്. ആ റൂമിൽ അവസാനിക്കുമായിരുന്നൊരു സംഭവമാണത്. ആണല്ലോ, പുറത്തുനിന്ന് ഒരാളും അത് കാണാനോ അറിയാനോ പോകുന്നില്ല. പക്ഷേ 2022 ജൂൺ മാസം ഈ ദിവസവും നമ്മളത് എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആണല്ലോ, പ്രവാചക തിരുമേനിയുടെ ജീവിതത്തിൽ ആയിരക്കണക്കിന് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെയൊരു സംഭവം എന്തിനാണ് വിശുദ്ധ ഖുർആനിലൂടെ പടച്ചവൻ നിലനിർത്തിയത്? ഇതിങ്ങനെ തലമുറകളോളം പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്ന് പടച്ചവൻ നിശ്ചയിച്ചത് എന്തുകൊണ്ടാണ്? ഒറ്റ കാരണമേ ഉള്ളൂ, മനുഷ്യൻ്റെ ഡിഗ്നിറ്റി, മനുഷ്യന് കൊടുക്കുന്ന വില, വാല്യൂ. പിന്നെ എപ്പോഴൊക്കെയാണോ ആ സ്വഹാബിയെ റസൂൽ കാണുന്നത് അപ്പോഴൊക്കെയും ഓടിച്ചെന്ന് റസൂൽ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് പറയും, അബ്ദുള്ള, നിങ്ങളെൻ്റെ സഹോദരനാണ് കേട്ടോ, അന്ന് നെറ്റ് ചുളിഞ്ഞു പോയി, എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കും എന്നാണ്.